Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today in this lecture, we are going to begin the fourth module, which is about project financing. Project financing refers to financing of a legal entity whose future cash flow or revenues are expected as a source of repayment to the lender. ഒരു ലീഗൽ എൻറ്റിറ്റിക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ത് കണ്ടുകൊണ്ട് ഫ്യൂച്ചറിന് അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ റവന്യൂ തിരിച്ച് ഒരു റീപേയ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസിംഗ് എന്ന് പറയാം. ഒരു ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോജക്റ്റ് ആവും. ഒരു പ്രോജക്റ്റ് ഇസ് എ ലീഗൽ എൻറ്റിറ്റി. ഒരു പ്രോജക്റ്റിന് നമ്മൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയും ആ പ്രോജക്റ്റിന് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ റവന്യൂസ് ആ ഒരു ലോണിന് റീപേയ്മെൻ്റ് ആയിട്ട് കരുതി ഒരു ലെൻഡർ ആ ഒരു പ്രോജക്റ്റിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസിംഗ് എന്ന് പറയാം. It is a way to finance a project using debt where the debt is repaid from the funds generated by the project. ഒരു പ്രോജക്റ്റിനെ കടം മേടിച്ചുകൊണ്ട് ഫിനാൻസ് റേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുക. എങ്ങനെയാണ് കടം റീപേ ചെയ്യുന്നത്? ആ ഒരു പ്രോജക്റ്റിന് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഫണ്ട്സ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലോൺ അല്ലെങ്കിൽ ഡെപ്റ്റിനെ റീപേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുക. ഇന്റർനാഷണൽ പ്രോജക്റ്റ് ഫിനാൻസ് അസോസിയേഷൻ ഡിഫൈൻഡ് പ്രോജക്റ്റ് ഫിനാൻസിങ് ആസ് the financing of long-term infrastructure, industrial projects and public services based upon a non-resource or limited resource financial structure where the project debt and equity used to finance the project are paid back from the cash flows generated by the project. അപ്പോൾ ഇന്റർനാഷണൽ പ്രോജക്റ്റ് ഫിനാൻസ് അസോസിയേഷൻ പ്രോജക്റ്റ് ഫിനാൻസിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇത്തരത്തിലാണ്. ഒരു ലോങ് ടേം ഫിനാൻസിങ് ആണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്, പബ്ലിക് സർവീസ് പ്രോജക്റ്റ് തുടങ്ങിയ പ്രോജക്റ്റുകൾക്ക് ലോങ് ടേമിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എത്തരത്തിലുള്ള ഫണ്ടാണ്? നോൺ റിസോഴ്സ് അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ് ഫിനാൻസ് ആണ്. നോൺ റിസോഴ്സ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ അസറ്റ്സ് ഒന്നും തന്നെ ഒരു റിസോഴ്സസും നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു റിസോഴ്സസ് നമ്മൾ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നില്ല. ഒരൊറ്റ ഗ്യാരണ്ടി മാത്രമേ ഈ ഒരു ഫിനാൻസിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് ഗ്യാരണ്ടി? ഫ്യൂച്ചറിന് ആ ഒരു പ്രോജക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും ഈ പ്രോജക്റ്റ് റീപേ ചെയ്യാം അല്ലെങ്കിൽ റീകളക്ട് ചെയ്ത് കൊള്ളാം എന്ന രീതിയിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പബ്ലിക് സർവീസ് തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള പ്രോജക്റ്റിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എത്രത്തോളം ഫണ്ടാണ്? നോൺ റിസോഴ്സ് ഓർ ലിമിറ്റഡ് റിസോഴ്സ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരുവിധ കൊലാട്രൽ സെക്യൂരിറ്റി ഇല്ല. ഒരൊറ്റ ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. ആ പ്രോജക്റ്റിന് ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസിൽ നിന്നും ആ ഒരു ലോൺ റീപേ ചെയ്ത് കൊള്ളാം എന്നൊരു ഗ്യാരണ്ടി മാത്രമേ പ്രോജക്റ്റ് ഫിനാൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. Now let us look into the features of project financing. Zero limited or limited resources. This means that the sponsor has no obligation to make payments on the project loan if revenue generated by the project are insufficient to cover the principal or interest payments on the loan. പ്രോജക്റ്റ് ഫിനാൻസിൻ്റെ ഫസ്റ്റ് ഒരു ഫീച്ചറാണ് സീറോ ഓർ ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോജക്റ്റ് ഫിനാൻസിങ്ങിൻ്റെ അകത്ത് യാതൊരുവിധ കൊലാട്രൽ സെക്യൂരിറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് ആർക്കാണോ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഒരു പ്രോജക്റ്റ് ഫിനാൻസിങ്ങുമായി യാതൊരുവിധ ഒബ്ലിഗേഷനും ഇല്ല. ഒരൊറ്റ ഗ്യാരണ്ടി മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രോജക്റ്റിന് ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോയിൽ നിന്നും ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ലോൺ റീകളക്ട് ചെയ്യാം. ഇൻ കേസ് ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് ആ പ്രോജക്റ്റിൽ നിന്നും ഫണ്ട് ജനറേറ്റ് അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ആ പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ തികയുന്നില്ലെങ്കിൽ അത് ഒരിക്കലും ആ ഒരു സ്പോൺസറിൻ്റെ ബാധ്യതയല്ല. ഒരിക്കലും ആ ഒരു പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളത് ആ പ്രോജക്റ്റിൻ്റെ സ്പോൺസറിൻ്റെ ഒരു ബാധ്യതയായിട്ട് തീരില്ല. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഫിനാൻസ്. ദിസ് സ്കീം ഇസ് റിക്വയർഡ് ഫോർ പ്രോജക്ട്സ് റിക്വയറിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ലോങ് ടേം ഹ്യൂജ് എമൗണ്ട് ഫിനാൻസിങ് റിക്വയർ ചെയ്യുന്ന പ്രോജക്ട്സിലേക്കാണ് നമ്മൾ കൂടുതലും പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന നിലയിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഹ്യൂജ് എമൗണ്ട് ആണ്, ഒരുപാട് ഇക്വിറ്റിയും ഡെപ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് റിക്വയർമെൻറ്റ് വരുന്ന പ്രോജക്ട്സിനാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുക. റിസ്ക് അലോക്കേഷൻ. Under the scheme, some of the risk associated with the project are shifted towards the lender. Therefore, sponsor prefer to avail this finance scheme as it helps them
to mitigate some of the risk. ഒരു റിസ്ക് അലോക്കേഷൻ കൂടിയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ റിസ്ക് മിറ്റിഗേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് ഒരു പ്രോജക്റ്റിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഓണറിന് ഉണ്ടാകുന്ന റിസ്കിനെ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ആ ഒരു ഫണ്ട് തന്ന ലെൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏത് രീതിയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സീറോ അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ് ഫിനാൻസിങ് ആണ്. അതായത് നമ്മൾ ആ ഒരു പ്രോജക്റ്റിന് നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടം ലെൻഡറാണ് സഹിക്കേണ്ടത്, ഒരിക്കലും ആ പ്രോജക്റ്റിൻ്റെ ഓണറല്ല. അത്തരത്തിലൊരു റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് പ്രോജക്റ്റ് ഫിനാൻസിങ് ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. Multiple participants. Numerous participants are involved in it. The vast amount which are typically involved in project financing often make it necessary for project sponsors to add equity investors to the list of project stakeholders. പ്രോജക്റ്റ് ഫിനാൻസിങ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അതായത് ചെറിയ എമൗണ്ടുകളല്ല, ലോങ് ടേമിലേക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാർട്ടിസിപ്പൻസ്, ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കില്ല ഇത്തരത്തിൽ ഹ്യൂജ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരുപാട് പാർട്ടിസിപ്പൻസ് ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടിസിപ്പൻസിനെ എല്ലാം ആ ഒരു പ്രോജക്റ്റിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡറായി കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസിങ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്ന രീതിയിലേക്കാണ് പ്രോജക്റ്റ് ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അസറ്റ് ഓണർഷിപ്പ്. വൺസ് ദ പ്രോജക്റ്റ് ഇസ് കംപ്ലീറ്റഡ്, the project ownership goes to the concerned entity as determined by the terms of the loan. വൺസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജിൽ ആ ഒരു ഓണർഷിപ്പ് തിരിച്ച് ആരിലേക്ക് കൈമാറും? ഇക്വിറ്റി ഷെയർസ് എല്ലാം തന്നെ തിരിച്ച് ആ പ്രോജക്റ്റിൻ്റെ ഓണറിലേക്ക് കൈമാറും. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഫണ്ട് റിക്കവർ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നവരെ ഈ ഫിനാൻസിങ്ങിനുള്ള പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാം ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുള്ളൂ. അതിനുശേഷം ഓണർഷിപ്പ് എല്ലാം തിരിച്ച് ഓണറിലേക്ക്, ആ പ്രോജക്റ്റിൻ്റെ യഥാർത്ഥ ഓണറിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യും. ലോൺ റീപേയ്മെൻറ്റ് ഫ്രം ക്യാഷ് ഇൻഫ്ലോ. According to the terms of the loan, the excess cash inflow generated from the project should be used to pay off the outstanding debts. ഒരു പ്രോജക്റ്റിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്ന വഴിയാണ് ആ പ്രോജക്റ്റിൻ്റെ ഡെബ്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പേ ഓഫ് ചെയ്യുന്നത്. അത്തരത്തിലാണ് നമ്മൾ പ്രോജക്റ്റ് ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലും ആ ലോൺ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആ പ്രോജക്റ്റിന് ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നാണ് നമ്മൾ ആ ഒരു ലോൺ അല്ലെങ്കിൽ ഡെപ്റ്റ് റിക്കവർ ചെയ്യുന്നത്. Better tax treatment. Project financing should be structured, maximize the tax benefits and to assure that all available tax benefits are used by the sponsor. ഒരു പ്രോജക്റ്റ് ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ്സ് എല്ലാം ആ സ്പോൺസറിന് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രോജക്റ്റ് ഫിനാൻസിങ് സ്ട്രക്ചർ എല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത്. ഓഫ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ്മെൻറ്റ്. Depending upon the structure of project financing, the project sponsor may not be required to report any of the project debt on its balance sheet because such debt is non-recourse or limited recourse to the sponsor. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഈ പ്രോജക്റ്റിൻ്റെ ഓണറിന് ഇതൊരു ഒബ്ലിഗേഷൻ അല്ല, ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒബ്ലിഗേഷൻ അല്ല. ക്യാഷ് ഫ്ലോസ് ഉണ്ടാകുന്നതനുസരിച്ച് കൃത്യമായിട്ട് കളക്ട് ചെയ്യും. ക്യാഷ് ഫ്ലോസ് തക്കതായി ഉണ്ടായില്ലെങ്കിൽ അത് തിരിച്ച് പേ ചെയ്യുക എന്നുള്ളത് ആ ഒരു സ്പോൺസറിൻ്റെ ഒബ്ലിഗേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോജക്റ്റ് ഡെപ്റ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യതയില്ല. പ്രോജക്റ്റ് ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ഡെപ്റ്റായിട്ട് ഒരിക്കലും സ്പോൺസറിൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. Maximize leverage. In project financing, the sponsor typically seeks to finance the cost of development and construction of the project on a highly leveraged basis. ഹൈലി ലിവറേജ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും ഡെപ്റ്റ് ഫിനാൻസിങ് ആയിരിക്കും. ഇക്വിറ്റി ഫിനാൻസിങ്ങിനെക്കാട്ടിലും കൂടുതലും ഡിബഞ്ചേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതാണ് ഹൈലി ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഒരു പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പ്രോജക്റ്റ് ഫിനാൻസിൻ്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രോജക്റ്റ് ഫിനാൻസിങ്ങിൻ്റെ പല ഫീച്ചേഴ്സിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഡിഫൈൻ പ്രോജക്റ്റ് ഫിനാൻസിങ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രോജക്റ്റ് ഫിനാൻസിങ്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.